ഹരി ഓം. ഇന്ന് കർക്കിടകം 25. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും ജഗദീശ്വരൻ ഒരു നല്ല ദിവസം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അനന്തം വാസുകീം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം ദക്ഷകം കാളിയന്തത. ഏതാനി നവനാമാനി പാഠേ നിത്യം മഹാത്മനാം തസ്യ വിഷഭയം നാസ്തി സർവത്ര വിജയീ ഭവ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിശുദ്ധം വരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുണാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ശിവം നിത്യമേകം വിഭും താരകാഖ്യം സുഖാകാരമാകാരശൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രപദ്യേ. യഥാ വർണ്ണയത് കർണമൂലേന്ദകാലേ ശിവോ രാമ രാമേതി കാശ്യാം തദേകം പരം താരക ബ്രഹ്മരൂപം ഭജേഹം ഭജേഹം. മഹാരത്നപീഠേ ശുഭേ കൽപ്പമൂലേ സുഖാസീനമാദിത്യകോടി പ്രകാശം സദാ ജാനകീ ലക്ഷ്മണോപീതമേകം സദാ രാമചന്ദ്രം ഭജേഹം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാരനായോരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ത്രി വന്നത് രാവണ മാതാവ് തൻ പിതാഖിന്യനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു. രക്ഷോവരനുവിരുദ്ധ്യതോചിതം കൈകസീതാതന്മതിമാൻ വിനീതമാൻ. കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. കണ്ടീലയോ നാശേതുക്കളായ ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ.
ദാരുണമായി ഇടിവെട്ടുന്നതിനോഹം ചോരയും ചെയ്യുന്ന ഈ ദുഷ്ടമാത്രേയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംഷ്ടാന്വിതം നോക്കുന്നു ദിക്കിൽ ചിരിച്ചു കാണാവുന്നു. ഗോക്കളിൽ നിന്ന് കരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ചാരനോട് പിണങ്ങുന്ന രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെ തീർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മൂഢനായേറ്റം കരാള വികടനായ വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനേയുണ്ട് കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ള ഒന്നിതോ നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനീതുമേ. സംശയമെന്നീ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്ക് വൈകാതെ. രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ളുകേനാം പരമാത്മാനമവ്യം. വിധിയെ കടക്കുന്നതിന്നു യോഗികൾ ഭക്തി കൊണ്ടെന്ത് കാരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടും ഈ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പദ്യം. നിനക്കിത് ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചെന്നത് കേട്ട് പറഞ്ഞു ദശമുഖൻ. പിന്നെ മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മന്നവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിൽ ഓർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്ത് ചൊല്ലിവിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാനതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തു കൂടാതിടം. ഇതം പറഞ്ഞ മാത്യന്മാരുമായ ശാസ്ത്രനും പ്രാസാദമൂർധനീ ഹരേറിന. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ട് കോപിച്ച് രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20 വൃത്രനോടൊത്തു ശരീരവും ശൗരവും. 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന കണ്ടിച്ച നേരത്ത് രാവണൻ നാണിച്ച് താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചിരിച്ചീടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ. കോട്ടയിൽ പുക്കടച്ചത്തിൻ്റെ ഭിദ്യ വസിക്കയിൽ എത്ര നാം ഭീരിമൃതങ്കടക്കാവണവാനാഗതാരുണഗോമുഖാദികൾ വാദ്യങ്ങളും വാരണാശ്രേഷ്ഠ ഹരഹരി ശാർദൂലസൈരിഭസ്രന്ദന മുഖ്യായാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസാദോമരം ഉൽഗരേഷ്ടി ശക്തി ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്ത വിദ്യാജയം യുദ്ധ സന്നദ്ധരായുദ്ധ ബുദ്ധിയോടബ്ദികൾ എദ്രികളുറിയും തക്ഷണം ഉദ്ധതമായത് സക്തലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ തഥാ ദക്ഷിണദിക്കിലും
ദുശ്യവനാര്യാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരിവുക്കീടിനാൻ. മിത്രവർഗാമാദ്യ വൃദ്ധിജനത്തോടും ഉത്തരദ്വാരിവുക്കാൻ ദശവക്രനും നീലനോ സേനയും പൂർവതീ ഗോപുരേ വാലിതനേനും ദക്ഷിണഗോപുരേ വായുധനേനും പശ്ചിമഗോപുരേ മായ മനുഷ്യനാമാദിനാരായണൻ. മിത്രധനേ സൗമിത്ര വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, 1000 ലക്ഷങ്ങൾ, 1000 ദണ്ഡങ്ങൾ, 1000 ധൂളികൾ, 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന് കവിവലം ലങ്കാപുരത്തെ ഒളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവലങ്കാപുരം തകർത്തിയിടിന. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്ത് വിളിച്ചെടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലകം പൊഴിക്കുകയും വിട്ടുകൊണ്ടേറ്റും പിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ, ഖഡ്ഗങ്ങൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടികൾ, മുഗ്ധര പന്തികൾ, പിണ്ടിപാലങ്ങളും തോമരദണ്ഡമുസലങ്ങൾ, മുഷ്ടികൾ, ചാമീകര പ്രഭ പൂണ്ട ശതഘ്നികൾ, ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടും നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രനും. ആദ്യമൊഴുത്തു ദശാസ്യനവസ്ഥകൾ പേതമറിവതിനായ ചീടിനാൻ സൂർത്തനാദിയാം രാത്രീഞ്ചരന്മാരെ. രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചിടിച്ചുലച്ച് കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ര ബുദ്ധ്യാ കൊടുത്താനഭയം ദ്രുതം. ചെന്നവരും ശകസാരണരെ പോലെ ചെന്നത് കേട്ട് വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹനാമായ ദശകന്ധരൻ മൈഥിലി വാഴിവിടം പുക്കാൻ. രാമശിരസും ധനുസും ഇതന്നുടൻ വാമാക്ഷി മുന്നിലാം മാറു വെച്ചിടീൻ. ആയോധനീ കുന്നുകൊണ്ടുപോകുന്നു മയ്യ നിർമ്മിച്ച വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിലപിച്ച് മോഹിച്ചു. മുക്താങ്കി വീണ് കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നേരം വൈദേഹിതന്നോട് ചെന്നാൾ സരമയും ഭീതമശേഷമകലക്കളനി എല്ലാം ചതിയെന്ന് തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങെല്ലാരും സംശയം കല്യാണ ദേവതേ വല്ലവൻ കൊല്ലും ദശാസ്യനി നിർണയം. ഇതം സരമാസരസവാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നീടിനാൾ സീതയും മംഗലദേവതാ വല്ലഭ ജ്ഞാവശാലങ്കതൻ. രാവണൻ തന്നോട് ചൊല്ലിനായൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാമാറ് വെച്ചിടുക, വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായെങ്കിലത്തിൽ പൂണ്ടുള്ളിൽ അടച്ചിരിക്കിലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടെ സംഹരിച്ചിടുവാൻ ബാണമെയ്തെന്നുള്ള സിംഹാദം കേട്ടതില്ലയോ രാവണ? ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മനസ്സേ?
ഇതമതിക്ഷേപവാക്കുകൾ കേട്ടത് ഈ കൃതനായൊരു രാത്രി ചരവീരനും വൃത്താരിപുത്രതനെ കൊൽക്കുന്നു. കൊൽകെന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർന്ന് ചാചരവീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെ ആ പ്രാസാദവും തകർത്തിയിടിനാനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗീന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണനും കുമുദൻ നളൻഗജൻ ധന്യൻ ഗവേൻ ഗവാക്ഷൻ മരൽ സുതൻ എന്നിവരാധികം വാനരവീരന്മാർ ചെന്ന് ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നോ പറഞ്ഞെടുക്കും നേരം ബാണജാപങ്ങളും വാണും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതങ്ങളും പിണ്ടിപാലങ്ങളും മുക്തരജാലവും ചക്രങ്ങളും പരികങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനെടുത്താരക്കരും വാരണനാദവും വാചികൾ നാദവും തേരുകൾ നാദവും ഞാണലിനാദവും രാക്ഷസരാർക്കെയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിദാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും ഇങ്ങും ഇടതൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരിമുമ്പാം നിലംബരും കിന്നരകിൻ പുരുഷോരക ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ്യവിദ്യാധര ചരണാദ്യന്തരീക്ഷാന്തരീ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തി നിറഞ്ഞിടിനാർ. തുങ്കനമാന്ദ്രജിത്തേറ്റാനതു നേരമംഗതൻ തന്നോട് കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ട് ചാട്ടിയിടിനാൻ ധീരനാകും ജംഭുമാലി നിശാചരൻ. സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവജവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോട് വിഭീഷണ വീരനും നീലൻ നികുംബനോടേറ്റാൻ തപനനേ കാലപുരത്തിൽ നയിച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടും രക്ഷാദികൾ 10 പേർ ദക്ഷിണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്ക് ജയം വന്നി തന്നേരം ഭാനുവും ഭാരതി തന്നെ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനയോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തി മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതൂപതരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരും പറകൊട്ടിച്ച് മേളിച്ചു ചെന്ന് ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും വിഷാദേന ദുഃഖ നിമഗ്നരായ മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദീപങ്ങളും സപ്തവർണ്ണങ്ങളും സപ്തജാലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാന്ത്രിപോലി പവനാശനനാശനഭ്യോയം വിധാ വിദ്വാ സ്വപക്ഷയുന്നു ദൂതലോകത്രയത്തോടതിദ്രുതം. നാഗാരിപദം മുടങ്ങിയിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നു തൽക്ഷണീ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായ ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ.
ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധസമോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പി തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ട് പോയി മറഞ്ഞിടിനാൻ. താർഷ്യനും മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കപിവരന്മാരെല്ലാം മന്നവന്തൻ നിയോഗീന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നും അമാത്മജൻ മന്ദിരം മുക്കിരുന്നതിന് മുന്നമേ വന്നാൽ അവരും ഇങ്ങെന്തോ ഒരു വിസ്മയം. നന്നെത്രയുമെന്നീ പറയാവൂ ചെന്നറിഞ്ഞിടുവാൻ എന്തോ ഒരു ഘോഷം ഇതെന്നത് ചാനനൻ. ചെന്നോരനന്തരം ചെന്ന ദൂതന്മാരറിഞ്ഞത് ചാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബാലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറുമാദവും കൈക്കൊണ്ടു വിധി തന്നുത്തമാകത്തിന്മേൽ നിൽക്കുന്നോർ. നാണമുണ്ടെങ്കിൽ പുറത്ത് പുറപ്പെടുകയാണെങ്കിലെന്നോർത്ത് പറയുകയും കേട്ടതില്ലോ ഭവാനെന്നവർ ചെന്നതും കേട്ടു ദശാസനും കോപീനെ ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക. ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോട് തീർത്താനവനും ചെന്നു ദാരുണമായതു യുദ്ധവും ഇത്രയും. വേലസീ വെൺമഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഗഗതാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായി കവികളും തങ്ങളിലേറ്റു പൊരുതുമരീച്ച് തൊട്ടുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാരായൊഴുകി പല വഴി. ശൂരപ്രവരനാം മാരുത ദക്ഷിണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ എടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുകതയും എടുത്തുടൻ പാരിലമാറുധൂമ്രാക്ഷനും ചടിനാൻ. തീരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർത്തിച്ചിതു കോപവും. രാത്രിഞ്ചനെ ഒടുക്കി തുടങ്ങിനാൻ. ആർത്തി മൂഴ്ത്തത് കണ്ട ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നീ വാരം വളർന്നോരും കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാഷ്ണീർകൊണ്ടമ്പർ പുരുത്തിങ്കലമാർ ചെന്ന് സൂയിച്ചു വാണിയിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതും ഘോഷിച്ചിതങ്കരമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ട് ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരിപ്രവരൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചഭിമാന കീർത്തിയാവരികെ നയിച്ചിടിനാൻ. ദക്ഷിണഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാന്മജനോട് നിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായെന്ന കവികളോടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണ്യേ. ഖഡ്ഗശസ്ത്രാസ്ത്രശക്താദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്ക് നഷ്ടമായി വന്നിതു. രക്തനദികളൊഴിച്ചു പലവഴി നൃത്തം തുടങ്ങിയ ബന്ധങ്ങളും ബലാൽ താരേനും വജ്രദ്രംഷ്ടനും തങ്ങളിൽ ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധോ. വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപനുൾക്കരുത്തേർമകമ്പൻ തന്നെയും
വൻപടയോടും അയച്ചാനതു നേരം കമ്പമുണ്ടായതുമേതിനിക്ക് നീരം ദുശ്യവനാരി പ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ. വായുധനേനോടേറ്റവനും നിജകായം വെടിഞ്ഞു കലാകാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരംഭയം പെരുത്തൂ ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം രാമേശ്വരത്തോട് സേതുവിന്മേലും ആ രാമദേശാന്തം സുബേലാചലോപരി വാനരസേനയും പരന്നതും കോട്ടകളൂലമായി വന്നതും കണ്ടൂരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കുപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായകയാൽ ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങി നാം. ഞാനോ ഭവാനീ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊൽകെന്ന് കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടക്കെല്ലാമാലം വനമാം പ്രഹസ്തൻ മഹാരഥൻ കുംഭഹനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ 4 തിങ്ങിന വമ്പടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായിതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശി പുറപ്പെട്ടു പാവകപുത്രനോടേറ്റൂരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൻ. ചക്ര ഖഡ്ഗ പ്രാസാശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും വശങ്ങളും ചത്തുരക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാംഭവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു. കാലപുരി പൊക്കിയിരുന്നരുളീടിനാൻ. സേനാപതിയും പടയും മരിച്ചതുമാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഖൈന വാചാ മനസേന്ദ്രികർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയിൽ സ്വഭാവ കരോമേത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേ സമർപ്പയാമി. ഹരി ഓം.